Today I have with me two gentlemen from the music fraternity and both are from Kozhikode. Music composer Deebankuran and singer Ramshi Ahmed. Welcome to the show, guys. Thank you. Let's come to Adin. Ningal thamil bond establish. I'm sure our viewers are thinking, what's between both of you thamil connection. വെള്ളി വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ എൻ്റെ ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള പടത്തിൽ പാടിയ ആളാണ് റംഷി. ഞാൻ മ്യൂസിക് ചെയ്തിട്ട് അയാളെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു പാട്ട്. പിന്നെ കോഴിക്കോടിലെ എല്ലാ മ്യൂസീഷ്യൻസിനെയും നമുക്ക് രണ്ടാൾക്കും നന്നായിട്ടറിയാം. കാരണം ഞാൻ ചെറുപ്പത്തിൽ 13-14 വയസ്സിലാണ് ഷോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്കെല്ലാം ഒരു പെറ്റ് പോലെയാണ്. അവരെ വീട്ടിൽ പോയാൽ ഞാൻ അവരെ വീട്ടുകാരായിട്ട് എല്ലാവരും ഫാമിലിയായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. കോഴിക്കോട്ടെ മ്യൂസീഷ്യൻസാണ് നമ്മളെങ്ങനെ ആക്കിയതെന്ന് പറയാം. Deebankuran compose ചെയ്തു and you have sung that song. ലൈല ഓ ലൈല എന്ന് പറയുന്ന പാട്ട്. അല്ലേ? നമുക്ക് ആ പാട്ട് കേൾക്കാം. മലയോളം മഹറുണ്ടോ നൽകാനായി അരിപൊടിയരി പത്തിരികൾ 16 തരം മീൻ കറികൾ പലവിധ വിഭവങ്ങൾ അണിയണിമണി മണവറകൾ അക്കരയൻ മലബാറ് ഇക്കരയൻ മറുനാട് മലബാറും മറുനാടും മലയാളിക്കൊരു പോലെ You've grown up in a family അല്ലേ ഒരുപാട് മ്യൂസിക്കൽ ഇൻഫ്ലുവൻസസ് മാത്രം കണ്ടു വളർന്ന ഒരാളാണ്. You've seen so many different kinds of musicians going in and out of your house. Your father itself being a legend. അപ്പോൾ മ്യൂസിക് ഒരു ഒബ്വിയസ് ചോയ്സ് ആയിരുന്നോ? Or did you look into other options of career as well? ഞാൻ MBA ചെയ്തതാണ്. MBA ചെയ്യുമ്പോൾ എനിക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അഡ്വർടൈസിങ് ഏജൻസി. പക്ഷേ മനസ്സിൽ അതിലൂടെയും ഞാൻ മ്യൂസിക്കിലേക്ക് തന്നെയാണ് എത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അത് കുറച്ചും കൂടിയും സ്ട്രെയിറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാരണം അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ തുടങ്ങുന്നത് കോഴിക്കോട്. അങ്ങനെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു കുറേ കൊല്ലങ്ങൾ തന്നെ ഞാൻ അതിന് വേണ്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പടങ്ങളിലും ആൽബംസ്, ഡിവോഷണൽ എല്ലാത്തിലും ഞാൻ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. എനിക്ക് മുമ്പ് സിംഗിങ് ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ. ഇതിലേക്ക് വന്നു മ്യൂസിക് ഡയറക്ഷൻ ആണ് ഇപ്പോഴത്തെ പ്രൊഫഷൻ എൻ്റെ. Okay, so let's come to singing. അല്ലേ, ദേശാടനം എന്ന് പറഞ്ഞത് that's the first film in which you're lending your voice. ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ആ പാട്ടിലേക്ക്. നവാമുകുന്ദഹരെ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ പാടുന്നത്. ദേശാടനത്തിൻ്റെ പൂജ കോഴിക്കോട്ടായിരുന്നു. പൂജയുടെ അന്ന് വെറുതെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പോലെ പാടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ ജരാസാറിനെ പറഞ്ഞു, ഇതിലൊരു ചെറിയ കുട്ടിയുടെ ഒരു സംഭവമുണ്ട്, അപ്പം ദീപുവിൻ്റെ വോയിസ് നോക്കാം. പാടി നവമുകുന്ദഹരേ ഗോപാലക പാഹി മുകുന്ദഹരേ നവമുകുന്ദഹരേ ഗോപാലക പാഹി മുകുന്ദഹരേ വരദായക യദുനന്ദന സുന്ദര നവമുകുന്ദഹരേ ഗോപാലക പാഹി മുകുന്ദഹരേ വരദായക യദുനന്ദന സുന്ദര നവമുകുന്ദഹരേ. കണ്ണൊക്കെ അടയ്ക്കുമ്പോൾ അച്ഛൻ്റെ അതേ ഒരു ലുക്സ് ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. ഐ കൻ സീ ദാറ്റ് സെയിം ഷാഡോ ഓഫ് ഹിസ് ഫേസ് ഓവർ യോർസ്. എനിവേ, അതെ, കമ്മിങ് ടു റംഷി, more than 400 stages I believe you've graced. അല്ലെ, മുഹമ്മദ് റഫി സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടി തകർത്ത് മൈസ്ട്രോ ഉസ്താദ് എന്നൊക്കെ പറയാം പാട്ടുകളിൽ. പാട്ട് നമ്മുടെ ഏറ്റവും അട്രാക്ഷൻ അതാണ്. നമ്മൾ ഏത് പാട്ട് പറഞ്ഞാലും പാടി കൊടുക്കും. चौदहवीं का चांद हो या आफताब हो, जो भी
हो तुम खुदा की कसम लाजवाब हो चौदहवीं का चांद हो या आफताब हो जो भी हो तुम खुदा की कसम लाजवाब हो चौदहवीं का चांद हो. Oh, kalaki. അടിപൊളി അടിപൊളി. Thank you. Your second song, Satyam Shivam Sundaram എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് അല്ലേ രണ്ടാമത് പാടിയത്. സത്യശിവസുന്ദരം എഴുതാൻ വേണ്ടി അച്ഛൻ അവിടെ ചെന്നൈയിൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവിടെ +2 അവിടെയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അച്ഛനെ കാണാൻ വേണ്ടി റൂമിൽ പോയപ്പോൾ അവിടെ റാഫേട്ടൻ, മക്കാർഡിനേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് സിയാദങ്ങി ഉണ്ടായിരുന്നു. ചിപ്പി ചേച്ചിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു അതിൻ്റെ. അവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കണോ ഇറങ്ങണോ എന്നുള്ളട്ടെ അവർ ഡിസ്കഷനില്ല. വെറുതെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു എന്നോട്. ഏതോ ഒരു പാട്ട് പാടിയിട്ട് മക്കാർഡിൻ ചേട്ടൻ പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു കാസറ്റ് കയറ്റി. ഇതിൽ സത്യം ശിവസുന്ദരം എന്ന് പറഞ്ഞ പാട്ടുണ്ട്, പഴയ ലതാജിയുടെ പാട്ട്. അപ്പം അത് വൃത്തിയായിട്ട് മൊത്തം അതേപോലെ പഠിക്കാൻ പറഞ്ഞു. വിദ്യാസാഗർ സാറാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ഞാൻ വേഗം പോയി നമസ്കരിച്ചു രക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അപ്പം പാട്ട് പഠിച്ചു. അപ്പോൾ എന്നാൽ നോക്കാം. ഫുള്ള് പാടിക്കഴിഞ്ഞ് ഇവർ വന്ന് കേട്ടു, വലിയ ഇഷ്ടമായി. ഈശ്വര सत्य है सत्य ही शिव है शिव ही सुंदर है जागो उठ कर देखो जीवन जो तुझार है सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सुंदरम सत्यम शिवम सुंदरम सत्यम शिवम सुंदरम 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 सत्यम शिवम सुंदरम. So I want to hear a song of Sonu Nigam from you. अब मुझे रात दिन तुम्हारा ही ख्याल है अब मुझे रात दिन तुम्हारा ही ख्याल है क्या कहूँ प्यार में दीवानों जैसा हाल है दीवानों जैसा हाल है तुम्हारा ही ख्याल है ओ ला 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 हो ला 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 ला. I'm so happy. Anyway, so coming to Life is Beautiful, which is your next film in which you sang a song, right? Adale, under next project. പാടിയത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പാടിയിരുന്നു, പക്ഷെ പടത്തിൽ പാട്ടില്ല. പക്ഷേ CD-യിലുണ്ടായിരുന്നു. ഔസേപ്പച്ചങ്ങളാണ് മ്യൂസിക്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം എൻ്റെ കൂടെ പാടിയിരിക്കുന്നത് ജയേന്ദ്രൻ സാറിൻ്റെ മകൻ ദിനനാഥും MG ശ്രീനിവാസ് സാറും. അങ്ങനെ നമ്മൾ 3 പേരും കൂടിയാണ് പാട്ട്. പിന്നെ എനിക്ക്
ഒരു ബ്രേക്കായിട്ട് വന്നത് ഫോർ ദ പീപ്പിളാണ്. ജാസിയേട്ടൻ ആദ്യമായിട്ട് വന്ന പടം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, നെഞ്ചോടു ചേർത്തു ജപിക്കാം. സൂര്യൻ്റെ ജാലകവാതിൽ തുറക്കാം, നക്ഷത്രരാജ്യം ജയിക്കാം. ഉയരത്തോടുയരത്തിൽ പൊങ്ങിപ്പോകാം, ആകാശനാളം കൊളുത്താം. കണ്ണെത്താ ദൂരങ്ങൾ സ്വപ്നം കാണാം, ആശാവസന്തം തിരക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, നെഞ്ചോടു ചേർത്തു ജപിക്കാം.